നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് വീട്ടിൽ തന്നെ എങ്ങനെ പെട്ടെന്നൊരു പിസ്സ തയ്യാറാക്കിയെടുക്കാം എന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഈ പിസ്സ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടിയിൽ നേർപകുതി അളവിൽ കുറച്ച് മൈദ കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണെങ്കിൽ 1/2 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് രുചിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരല്പം പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരല്പം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ ചേർത്തതിൻ്റെ നേർപകുതി അളവിൽ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ഏകദേശം 1/2 ടീസ്പൂൺ കഷ്ടി മതി കേട്ടോ ബേക്കിംഗ് പൗഡർ. എന്നിട്ട് ആ ബേക്കിംഗ് പൗഡറിന് നേർപകുതി ബേക്കിംഗ് സോഡ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഏകദേശം ഉരുട്ടിയെടുത്ത ശേഷം അതിൻ്റെ പുറത്തേക്ക് ഒരല്പം എണ്ണ കൂടി ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് എടുത്തേക്കുക. അപ്പം അങ്ങനെ നമ്മുടെ ബേസിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ബേസിനകത്ത് തേക്കാൻ വേണ്ടിയിട്ടുള്ള സോസിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ പാത്രത്തിൽ ഒരല്പം സോസ് എടുത്തു. അതിനകത്ത് ഒരല്പം ചില്ലി ഫ്ലേക്സും ഓറിഗാനോ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് ചീസാണ് നമുക്ക് വേണ്ടത്. ചീസ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഞാൻ പിന്നെ ഇടുന്നത് കുറച്ച് സവാളയും കോണും മാത്രമാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബേസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരല്പം പൊടി കൂടി വിതറി കൊടുത്ത ശേഷം നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവെടുത്ത് ഇങ്ങനെ പരത്തി ഒന്ന് എടുക്കുക. നന്നായി വട്ടത്തിൽ പരത്തി എടുക്കുക. ഇപ്പം ഏകദേശം നമ്മൾ വട്ടത്തിൽ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് കുറച്ച് കുത്തുകളിട്ട് കൊടുക്കുന്നു. കാരണം നമ്മളിതൊന്ന് വേഗം വെക്കുമ്പോഴത്തേന് ഇത് വീർത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുത്തുകളിട്ട് കൊടുക്കുന്നത്. ഇത് ചൂടായ ഒരു പാനിലേക്ക് വെച്ച് 2 സൈഡും നന്നായിട്ട് പൊരിച്ചെടുക്കുക. നല്ല ക്രിസ്പി പീസ് വേണമെങ്കിൽ നമുക്കിത് എണ്ണയിലിട്ട് വറുത്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 2 സൈഡും മുറിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസ് നന്നായിട്ട് തേച്ച് എടുക്കുക. സോസിനൊപ്പം തന്നെ നമ്മൾ കുറച്ച് ചീസ് സ്പ്രെഡും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് കൊടുക്കുക. ചീസ് സ്പ്രെഡും നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം ബാക്കിയുള്ള സോസ് കൂടി ഇതിൻ്റെ പുറത്തേക്ക് തേച്ച് കൊടുക്കുക.
ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോൺ കൂടി വിതറി കൊടുക്കുക. അതേപോലെ എടുത്ത് വെച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള കൂടി എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചീസ് കൂടി വിതറി കൊടുക്കുക. ഒരല്പം ചീസ് വിതറിയ ശേഷം പിന്നെയും ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള കോണുകൾ വിതറി കൊടുക്കുക. അതേപോലെ സവാളയും എടുത്ത് വെക്കുക. എന്നിട്ട് പിന്നെയും കുറച്ച് ചീസ് അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഓറിഗാനോയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതാ ചൂടായ പാനിലേക്ക് എടുത്ത് വെച്ച് അടച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നന്നായി വെന്തെന്ന് മനസ്സിലാക്കാൻ ഏകദേശം ആ ഒരു നമ്മൾ മുകളിൽ ഇട്ട് കൊടുത്ത ചീസൊക്കെ നന്നായിട്ട് ഉരുകി കഴിയുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ പാൻ നന്നായിട്ട് ചൂടായ ശേഷം വെക്കാനും ശ്രദ്ധിക്കുക. നല്ല കട്ടിയുള്ള പാനിൽ വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിഭാഗത്തുനിന്ന് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ടാവും. പിന്നെ തീ നന്നായിട്ട് കുറച്ചും വെക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ പാനിൽ രുചികരമായ അടിപൊളിയായിട്ടുള്ളൊരു പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ശുഭദിനം. ബൈ.